വയനാട് വെള്ളാരംകുന്നിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, എങ്ങനെയാണ് അപകടമുണ്ടാകുന്നത്? പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. ആശ്വാസകരമെങ്കിലും അപകടമുണ്ടായത് എങ്ങനെ സുർജിത്ത്? 4:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ കൽപ്പറ്റയിൽ നിന്ന് ചുണ്ടേൽ ഭാഗത്തുള്ള വെള്ളാരംകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം. ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഒരു സ്വകാര്യ ഹോം സ്റ്റേയോട് ചേർന്ന് ഉള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഇതിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ഗുരുതരമായ പരിക്കല്ല, എല്ലാവരെയും തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൽപ്പറ്റയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കമാണ് മാറ്റിയിട്ടുള്ളത്. ഇവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകി വരികയാണ്. നിയന്ത്രണം വിട്ട ശേഷം ബസ് താഴേക്ക് മറിയുകയായിരുന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത് വലിയ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരുടെ ചില പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഫാത്തിമ ആശുപത്രിയിലുള്ള 3 പേരുടെ പേരുവിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ കിനാലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അതുൽ എന്ന് പറയുന്ന ഒരു 23-കാരന് പരിക്കേറ്റുണ്ട്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ നോർത്തിലെ റിജീഷ് എന്ന് പറയുന്ന ഒരു 44 വയസ്സുകാരനെ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം വന്ദന എന്നു പേരുള്ള 25-കാരിക്കും, അവർ ശശിമല സ്വദേശിയാണ്, അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ 3 പേരെ ഫാത്തിമ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്തുള്ള ലിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അവരുടെയും പരിക്ക് ആശങ്കാവഹമായ രീതിയിലുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പ്രാഥമികമായി ലഭ്യമാകുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് വെള്ളാരംകുന്നിലാണ് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.